എവിടെ വെള്ളച്ചാട്ടം? എവിടെ എവിടെ ഇതെവിടെ? ആ അതാണ് അതാണ് വെള്ളച്ചാട്ടം അല്ലേ? മുന്നേ വെള്ളം ഉണ്ടോ അവിടെ? ഉണ്ടോ? ഇനി ഇങ്ങോട്ട് ഒരു നല്ല തിരക്കുള്ള മാർക്കറ്റ് പോലുള്ളൊരു സ്ഥലമാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെങ്കാശിയാണ് നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതുപോലെ തന്നെ പക്ഷിശാസ്ത്രം പറയുന്ന ആൾക്കാരും പിന്നെ കച്ചവട സ്ഥാപനങ്ങളെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, സ്റ്റോളുകളെന്ന് പറയാം. സ്റ്റോളുകൾ ഒരുപാട് കാണാനുണ്ട്. പ്രധാനമായിട്ട് കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്കൊക്കെ ഉള്ള ചരക്ക് നീക്കമാണ് ഇതിൻ്റെ ഉദ്ദേശം. പശ്ചിമഘട്ടത്തിലെ പൊതികൈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 9 പ്രധാന വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ചേച്ചി കുട്ടികൾക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാൻ മതി. ട്രാവലർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റോസ്മല പോകുന്ന ഭാഗത്തുള്ള 13 കണ്ടറ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. തെന്മല ഡാം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ തെന്മല കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നെടുവങ്ങാട് നിന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെങ്കാശിയാണ് നമ്മുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. തെങ്കാശിയിലോട്ടുള്ള ഗ്രാമീണ കാഴ്ചകളും അതുപോലെ തെങ്കാശിക്ക് ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പോകുന്നത്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ഇപ്പോൾ എത്ര മണിയായി? 8:30 9 മണി അടുപ്പിച്ചാവും. നല്ല മഴയാണ്, അതുകൊണ്ട് ഫുള്ള് ഇവിടെ നോക്കി കാണാം. മലയിലോട്ട് ഫുള്ള് കോട മഞ്ഞിറങ്ങിടല്ലേ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്, എങ്ങോട്ട് പോയാലും മഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസം നമ്മൾ വീഡിയോ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ രാവിലെ കുഴപ്പമില്ലായിരുന്നു, രാവിലെ മഴ ഉണ്ടായിരുന്നു, ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും മഴ ഉണ്ട്. ഈ സൈഡെല്ലാം കോടയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ എന്താണ് സുന്ദരപാണ്ഡ്യപുരം അങ്ങോട്ടൊക്കെ ഉള്ള കാഴ്ചകളിലെല്ലാം നമ്മളിന്ന് ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, കാലാവസ്ഥ നല്ലതായിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിലും ട്രെയിന് പോകുന്നതാണ്. എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി ഉള്ള ഒരു സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ റോസ്മല പോകുന്ന ആ ഒരു വഴിയൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും റോസ്മലൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഇന്ന് നമ്മുടെ ഫാമിലി എല്ലാം ഉണ്ട്. എല്ലാവരെയും പറ്റുകയാണെങ്കിൽ നമ്മൾ കാണിക്കും. മുന്നേ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ആദ്യം കണ്ടത് 13 കണ്ടറ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തെന്മല ഡാമാണ് കേട്ടോ. പിന്നെ ഇതിന് അടുത്തായിട്ട് റോസ്മലയുണ്ട്, പിന്നെ ഒരു എക്കോ ടൂറിസം കൂടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണാം. ഇന്ന് നമുക്ക് മെയിനായിട്ട് നമുക്ക് പോകാനുള്ളത് തെങ്കാശി ആ റൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ മുന്നോട്ട് പോകുന്നത്. പിന്നെ 13 കണ്ടറ പാലത്തെക്കുറിച്ച് നമ്മൾ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. 1904 ബ്രിട്ടീഷുകാർ ഈ 13 കണ്ടറ പാലം ഉൾപ്പെടുന്ന റെയിൽവേ ലൈനുകളൊക്കെ നിർമ്മിക്കുന്നത്. പ്രധാനമായിട്ട് കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്കൊക്കെ ഉള്ള ചരക്ക് നീക്കമാണ് ഇതിൻ്റെ ഉദ്ദേശം. നിർമ്മാണ രീതി എന്ന് പറയുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. സിമൻറ്റ് ഉപയോഗിക്കാതെ പാറക്കല്ലുകളും ചുണ്ണാമ്പും ശർക്കരയും ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മിശ്രിതം. പിന്നെ 100 അടി ഉയരമുള്ള 13 ഗ്രാനൈറ്റ് തൂണുകളിലാണ് ഈ പാലം നിലകൊള്ളുന്നത്. 13 കമാനങ്ങളുള്ള ഈ പാലം 2 മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടിയിലാണ് ഈ പാലം ഉള്ളത്. ഈ പാലത്തിന് സമാന്തരമായിട്ട് ഒരു വശത്ത് കഴുതുരുട്ടി പുഴയും മറുവശത്ത് തിരുമംഗലം ദേശീയപാതയും നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക കാഴ്ച അനുഭവമാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ യാത്ര തിരിച്ചിട്ട് ഇതുവരെ എത്തുന്ന ചെറിയ കാര്യങ്ങളാണ് കാണിച്ച് ഇനി ബാക്കിയുള്ള യാത്രയിലോട്ട് പോകാട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തെങ്കാശിയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും മതിവരാത്ത കാഴ്ചകളാണ് നമുക്ക് തെങ്കാശിയിൽ നിന്ന് കിട്ടിയത്. കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പാണ്. അതും ഓട്ടോറിക്ഷയിൽ പോകണമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ നടന്നത് ഇങ്ങനെയാണ്.
ഫാമിലി എല്ലാവരുമായിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ മലനിരകളും അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് ചില സ്ഥലങ്ങളിൽ കാറ്റാടിപ്പാടം കാണാൻ പറ്റും. ചിലയിടത്ത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കൃഷികൾ നമുക്ക് കാണാൻ പറ്റും. എല്ലായിടവും നല്ല കാറ്റാണ്, നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കാറ്റുണ്ട്, അതും തണുത്ത കാറ്റ്. ചിലയിടത്ത് വരുമ്പോൾ ഇതുപോലെ വലിയ കുളങ്ങൾ, നമ്മളിവിടെ കാണും പോലെ അല്ല, വലിയ കുളങ്ങൾ കാണാൻ പറ്റും. അത് പെട്ടെന്ന് രൂപപ്പെട്ടതാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള കാഴ്ചകൾ. പിന്നെ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഇത് തന്നെയാണ്, കൃഷി തന്നെയാണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. നെല്ല്, വെണ്ട, മുളക്, ബീട്രൂട്ട്, ഉള്ളി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ കഴിയും കേട്ടോ. അതൊക്കെ നമ്മുടെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ വരും. നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. രാവിലെ ഇറങ്ങിയതാണേ, 6:30 ഇറങ്ങിയത്. എന്നാണ് നോക്കി നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി കാപ്പി കുടിച്ചു. പിന്നെ അവിടെ നിന്ന് വന്ന വഴിക്കൊക്കെ നമ്മൾ കുറച്ച് റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടുവന്നു. നമ്മൾ കാറിലാണെന്നുള്ളത്, ഫുൾ ഫാമിലി ഉണ്ട്. പിന്നെ വഴിയിൽ വെച്ച് നമ്മൾ റംബൂട്ടാൻ വാങ്ങിച്ചു. റംബൂട്ടാൻ ഫസ്റ്റ് ക്വാളിറ്റി ഒരുവിധം നല്ലത് 200 രൂപ. നമ്മൾ പിന്നെ ഇപ്പോൾ കുട്രാലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോളാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കണ്ട പോലെ കുറച്ച് ചന്തയും, പിന്നെ ഇവിടെ ഇഷ്ടം പോലെ റംബൂട്ടാൻ ചെറിയ ചെറിയ സ്കൂട്ടറിൽ അതുകൊണ്ട് അതുപോലെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇവിടെ 1 കിലോ 100 രൂപയുള്ളൂ. അവിടെ 1 കിലോ 200 രൂപയായിരുന്നു, ഇവിടെ 1 കിലോ 100 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ചാർജുണ്ട്, 60 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാട്ടർഫോളിലോട്ടാണ് പോകുന്നത്. ടിക്കറ്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കട്ടെ. ഇവിടെ നമ്മൾ വന്നിട്ടില്ല, കണ്ടിട്ടില്ല, സ്ഥലം എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. തെങ്കാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ കുറ്റാലം വാട്ടർഫോൾ എന്ന് പറയുന്നത്. കുറ്റാലം എന്നും പറയുന്നുണ്ട്, കുട്രാലം എന്നും പറയുന്നുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇപ്പോൾ അവിടെ പോയിട്ട് വരുന്ന ഭക്തജനങ്ങളാവട്ടെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാവട്ടെ, അവരൊക്കെ ഭക്തിയുടെ പേരിലായിരുന്നാലും അല്ലാണ്ടായിരുന്നാലും ആൾക്കാർ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നന്നായിട്ട് ആസ്വദിച്ച് കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് വഴിയുടെ 2 സൈഡിലായിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇതുപോലെ തന്നെ പക്ഷിശാസ്ത്രം പറയുന്ന ആൾക്കാരും, പിന്നെ കച്ചവട സ്ഥാപനങ്ങളെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, സ്റ്റോളുകളെന്ന് പറയാം. സ്റ്റോളുകൾ ഒരുപാട് കാണാനുണ്ട്. അവിടുന്ന് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഈ ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരെ ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ പറ്റും. കുറച്ച് ഇപ്പുറത്തു നിന്ന് തന്നെ നമുക്ക് വാട്ടർഫോള്, അതിൻ്റെ ഭംഗിയുള്ള ദൂരക്കാഴ്ച നമുക്ക് കിട്ടും. പിന്നെ ഈ പ്രദേശം അല്ലെങ്കിൽ കുറ്റാലം വാട്ടർഫോള് തെക്കേ ഇന്ത്യയിലെ സ്പാ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പശ്ചിമഘട്ടത്തിലെ പൊതികൈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന 9 പ്രധാന വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടങ്ങളുടെ പേര് ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ. വെറൈറ്റി പേരുകളാണെന്ന് കേട്ട് നോക്കൂ. പേരരുവി, ഐന്തരുവി, പുലിയരുവി, ചിറ്റരുവി, പഴയരുവി, തേനരുവി, ചെൻപകദേവി വെള്ളച്ചാട്ടം, പഴന്തോട്ട അരുവി, പുതു അരുവി. അപ്പോൾ ഈ പേരിനോട് അനുബന്ധിച്ച് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അവിടുത്തെ പ്രത്യേകതയെന്ന്. ഇപ്പോൾ തേനരുവി എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ തേനീച്ച കൂടുകളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ തേനരുവി എന്ന് പേര് വന്നു. അതുപോലെ തന്നെ പുലിയരുവി, അവിടെയും അതുപോലെ പുലി വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള 9 വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇതിന് ചുറ്റിപ്പറ്റിയൊക്കെ കാണാൻ സാധിക്കും. തെങ്കാശിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററാണ് നമുക്കിവിടെ എത്തിപ്പെടാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 11:30 ആയതാണ്, 10:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ഇതാ, അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. കുറച്ച് മലയാളികളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടു. വരുമ്പോൾ തന്നെ നമ്മൾ അവിടെയൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ എന്താണ് ഈ ചന്ത പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. എന്ത് കണ്ടു? എവിടെ വെള്ളച്ചാട്ടം? എവിടെ? ഇതെവിടെ? അതുകൊണ്ട് അതാണ് വെള്ളച്ചാട്ടം അല്ലേ. മുന്നേ വെള്ളം ഉണ്ടോ അവിടെ? ഉണ്ടാ? കൊള്ളാമോ? കൊള്ളാം. അതെ, ഇതാണ് ഒരു വലിയൊരു വാട്ടർഫോള്. വെള്ളം ഇതിനേക്കാളൊക്കെ വെള്ളം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പോൾ മഴയുള്ളതാണല്ലോ. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടോ? ഇങ്ങനെ വെള്ളം അല്ലെ? വെള്ളം കൂടുതലുണ്ടോ? വെള്ളം ഇതിനേക്കാളും ഉണ്ടാവോ? ഇപ്പം വെള്ളം കുറവാണെന്ന് തോന്നുന്നു.
വെള്ളമുണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആൾക്കാർ കുളിക്കുന്നുണ്ട്, കുളിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് പോയിട്ട് എങ്ങനെയാണ് ക്യാമറ എടുക്കാൻ പറ്റുന്നത് നോക്കാം എന്തായാലും. അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. പിന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു ലിമിറ്റുണ്ട്. വരുമ്പോൾ തന്നെ നമുക്ക് ഐ ലവ് കുറ്റാലം എന്നുള്ളൊരു ലേബൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. വളരെ മനോഹരമാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. സമയമില്ല, കണ്ടിട്ട് പോകണം. അടുത്ത സ്ഥലത്ത് പോകണം, അടുത്തൊരു സ്ഥലത്ത്. അടുത്ത എവിടെയാണെന്ന് അറിഞ്ഞൂടാ മക്കളെ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് വന്ന ആ ഒരു എൻട്രൻസ് മാത്രമല്ല, ഇപ്പുറത്തു കൂടി വരാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതാണ്. വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഈ മസാല ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ഒരുപാട് ഉണ്ട്. അത് വിലക്കുറവാണ് കേട്ടോ. ചോദിച്ചപ്പോൾ നല്ല വിലക്കുറവാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയത്. പിന്നെ സ്നാക്സ്, ചായ, പിന്നെ ഹോട്ടൽസ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടാമത്തെ എൻട്രൻസ് ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്തതിനു ശേഷം അകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെ വെറൈറ്റി ആയിട്ട് കണ്ടതായി ഈ ഒരു ഐറ്റമാണ്. ശരീരവേദനയ്ക്കോ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം. ഞാൻ കണ്ടിട്ടില്ല, ഇന്നാണ് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെയും ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ വാട്ടർഫാള്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് അപ്പുറത്തെ കൂടെയാണ്, ആ ക്ഷേത്രത്തിൻ്റെ അതുവഴിയാണ് നമ്മൾ കയറിപ്പോയത്. ഇപ്പോൾ നമ്മൾ വരുന്നത് ഇപ്പുറത്തുള്ള, അതായത് വാട്ടർഫാളിൻ്റെ വെള്ളം കടന്നു പോകുന്ന ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ. എങ്ങനെയൊക്കെ ചേച്ചാ കുരങ്ങ് ചേച്ചാ ചേച്ചാ ചേച്ചാ. നമ്മൾ ഇതുവഴിയാണ് അകത്തോട്ട് പോയത്. നമ്മളെ ഫസ്റ്റ് സ്പോട്ട് നമ്മൾ കണ്ടിറങ്ങുകയാണ്. ഇവിടെ ഒരു അടിപൊളി ക്ഷേത്രമുണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ തീർത്ഥാടനം ഭക്തിപരമായിട്ടുള്ള വിസിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. പിന്നെ ഇങ്ങോട്ട് ഒരു നല്ല തിരക്കുള്ള മാർക്കറ്റ് പോലുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ട് മിക്കവാറും പോകാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ തിരിച്ച് പാർക്ക് ചെയ്യും. നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇപ്പുറത്തും പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. നമ്മൾ ഇതുവഴി പോയി അതുവഴി തിരിച്ചിറങ്ങി പോകാം. ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് ഇല്ലല്ല അവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ പറയാം കേട്ടോ. പക്ഷെ വിലക്കുറവുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിലക്കുറവുണ്ട്. കളിപ്പാട്ടങ്ങൾ, പിന്നെ ഈ മസാല ഐറ്റംസ്, ഫ്രൂട്ട്സ്, മാല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് മുകളിൽ നമുക്ക് കുറ്റാലം വാട്ടർഫോൾ കാണാം കേട്ടോ. മാങ്ക ഹായ് പറ അന്നമ്മ. കഴിച്ച ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ചാടിക്കോ കുഞ്ചി വെള്ളച്ചാട്ടം എവിടെ? വെള്ളച്ചാട്ടം കഴിഞ്ഞ എവിടെ? അങ്ങനെയാണ് വെള്ളച്ചാട്ടം അല്ലേ? അപ്പോൾ ഇതായിരുന്നു മെയിൻ എൻട്രൻസ് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങി ഇനി അടുത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ക്ഷേത്രകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവങ്ങളായിരിക്കും കേട്ടോ. 2-3 ചെറിയ കൂടുകളിലായിട്ട്
പിന്നെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഇവിടുത്തുള്ള ആൾക്കാർ രഥത്തിൻ്റെ പാർട്സ് ആയിരിക്കും കേട്ടോ. അവിടെ അങ്ങറ്റം ഒരു വലിയ രഥം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. അതിനകത്ത് വലിയൊരു രഥമുണ്ട് കേട്ടോ. 4 വീല്. ഇവിടെ 2, അപ്പുറത്ത് 2. ഇതിൻ്റെ കുറേ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. തടിയിലായിരിക്കണം, തടിയിലാണ്. മിക്കവാറും പുരാവസ്തു പോലെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിരിക്കും അപ്പുറത്ത് കിടക്കുന്നത്. ഓടാ വേണ്ട, ഇത് അതിൻ്റെ ബാക്കി ഭാഗമായിരിക്കണം. പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന വലിയത് നല്ല പഴക്കമുള്ളതുപോലെ ഇത് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നിതും മണ്ടത്തരാണെന്നറിയില്ല. കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത സാധനമാണെന്നും അറിയില്ല. എന്തായിരുന്നാലും ഇങ്ങനൊരു സംഭവം കണ്ടു. അപ്പുറത്താണ് നമ്മളെ വെള്ളച്ചാട്ടം വരുന്നത്. ഇത് ഈ ഒരു വലിയൊരു മല നിരകൾക്കിടയിലൂടെ. ഓക്കെ, നമ്മളിനി കാറിലേക്ക് പോകുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇവിടെ വെറൈറ്റി കാഴ്ചയുണ്ട്. നമ്മുടെ അവിടെ ചക്കയൊക്കെ ഇഷ്ടം പോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചക്ക, റംബൂട്ടാൻ മെയിനാണ്. നമ്മളുടെ സീസൺ കഴിഞ്ഞെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ട്. അത് വേറെ ഏതോ വഴി തിരിഞ്ഞ് വരുന്നതാണ് കേട്ടോ. ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ വന്ന ആൾക്കാർക്ക് ഷോപ്പ് ചെയ്തിട്ടും തീരുന്നില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുകയാണ്. വേറെ ഒന്നുമല്ല, ഈ പാക്കിംഗ് മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല വില കുറവുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. വല്ല നടക്കും നിങ്ങൾ എടുക്കാൻ തന്നെ. 1 2 എടുക്കാം, 100 രൂപയ്ക്ക് എടുക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം ഇടാൻ പറ്റും. ഇവിടെ സാധനം ഇടുന്നത് കച്ചവടം നടക്കട്ടെ, അല്ലാതെ എന്തിനു മേടിച്ചാലും ശരി. ഇങ്ങ വാ. അയ്യോ, ജലദോഷം, കഫക്കെട്ട് എല്ലാം ശരിയാവും ചേച്ചി. കുട്ടികൾക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാൻ മതി. അന്നയ്ക്കൊന്നും ആയില്ല. അല്ല ഇത് എന്തര കേട്ടോ, എന്തര ജലദോഷം, കഫക്കെട്ട്, തലവേദനയ്ക്ക്, കാലുവേദന. എത്ര രൂപ? അവിടെ 100 രൂപ. അത് എനിക്ക് ഡോസ് കൂടിയതാണ് ഇട്ടത്. കണ്ണ് നിറഞ്ഞില്ലേ? അവർക്ക് 2 വേണമോ? ഇല്ല, നമ്മളെല്ലാം ഒന്ന് തന്നെ വേണ്ട. നമ്മൾ ലൈറ്റായിട്ടേ ഉപയോഗിക്കുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചിട്ട്. എൻ്റെ അമ്മോ, എരി എന്തോ പവറുണ്ട്. ജലദോഷമോ കഫക്കെട്ടിനൊക്കെ വേണ്ട. അപ്പോൾ അതിനൊക്കെ പറ്റിയുണ്ട്. ഒരു കുപ്പി 100 രൂപ. എന്തരാണെന്നൊന്നും അറിയില്ല, എന്തോ ഒരു സംഭവം. ഇന്ന് വാങ്ങിക്കത്തുണ്ട്. 1 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലം ഏതാ? വല്ല തീരുമാനം ഉണ്ടോ? ഏതാണ്? അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ കറക്കമാണ്. നമ്മളെ ഫാമിലി ഫുള്ളായിട്ട് ഫ്രീ ആയതുകൊണ്ട് തെങ്കാശി, പിന്നെ നമ്മൾ സുന്ദരപാണ്ഡ്യം വരെ പോകും. എന്തായാലും ഇത് എപ്പിസോഡുകളായിട്ടായിരിക്കും വരിക. ചെറുതല്ല. കാണിച്ചു തരാം. ഇത് മയിലിന്റെ ചിറക്, ഇത് മാനിന്റെ കൊമ്പ്. ഇവിടെയാ? ഇവിടെ നമ്മള് മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട്, പെരുജീരകം, പിന്നെ ക്യൂടെക്സ് വാങ്ങിച്ചിട്ടുണ്ട്, പൗഡർ വാങ്ങി. ഓ എന്തോ താങ്ക് യു. ആ കുഞ്ചി കൂടെ കൊടു. എടാ കുഞ്ചി. നമ്മുടെ ഓൾ കേരള പോയ വണ്ടി തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ട്രിപ്പിനുള്ളത്. എത്തുക. എന്തായാലും നമ്മുടെ സമയം നമ്മൾ വന്ന് താമസിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്ത് എല്ലാം എണ്ണയായെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് സാമ്പാർ വടകര അങ്ങനെ എന്തോ സംഭവമുണ്ട്. പിന്നെന്താ ഓൾഡ് കുറ്റാലം, പിന്നെ അത് ഇവിടെ പറഞ്ഞത് 5 വാട്ടർഫോൾ എന്ന് പറഞ്ഞ അയിന്തരുവി എന്ന് എന്തോ പറയുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മളിനി അടുത്ത ഒരു എപ്പിസോഡ് വരും. നമ്മുടെ സുന്ദരപാണ്ഡ്യപുരം മിക്കറും
സൺഫ്ലവർ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായിരുന്നാലും നമ്മൾ മാർക്കറ്റോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് നട്ടിട്ടിരിക്കുന്നതോ അങ്ങനെയുള്ള കാഴ്ചകൾ, വില്ലേജ് കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് പോകാൻ നോക്കും. ഫാമിലി ആയിട്ടായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. എന്തായിരുന്നാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ.